ഹായ് ഗൈസ്, ഇന്ന് ഞങ്ങളുടെ അമ്പലത്തിൽ ലാസ്റ്റ് ഉത്സവം കേട്ടോ. ചമ്മനാട് ക്ലാസ്സും കഴിഞ്ഞ് ഒന്ന് കുളിച്ചിട്ട് ഒരുങ്ങാൻ പോകട്ടോ അമ്പലത്തിൽ പോകാനായിട്ട്. ഞാൻ ഈ ഒരു ഫ്രോക്കാണ് തോന്നുന്നത്. എനിക്ക് പട്ടോടായിട്ട് വലിയ താല്പര്യമില്ലാത്തതുകൊണ്ട് ഞാൻ ഈ ഫ്രോക്കാണ് തോന്നുന്നത്. അനിയത്തിൻ്റെ ബർത്ത്ഡേ സെലിബ്രേഷൻ ഇടാൻ വാങ്ങിയോട്ടെ ഈ ഫ്രോക്ക്. പിന്നെ തന്നെ ഇപ്പോഴും ഇടുന്നത് കുറച്ച് ടൈറ്റൊക്കെ ഉണ്ടായിരുന്നു, എന്നാലും ഞാൻ എടുത്തിട്ടു. ഈ ഫ്രോക്ക് നല്ല ലെയറുള്ളതുകൊണ്ട് ഇങ്ങനെ കാണിക്കാൻ നല്ല രസമുണ്ടോ. നടുക്ക് ബ്ലാക്ക് കളറും അറ്റത്ത് ഗോൾഡൻ കളറും തന്നെ മാലയായിട്ട് ഇടുന്നത്. എനിക്ക് ക്രിസ്മസ് ഗിഫ്റ്റ് കിട്ടിയതാണ് ഇത്. മുടി ഇങ്ങനെ കണ്ടോ കിട്ടിയത്. നല്ല ചെയ്യൊന്നുമില്ല, കേളിയാക്കാൻ വേണ്ടി ഇങ്ങനെ ഇട്ടിട്ടുണ്ടായിരുന്നേ. ഞാൻ എപ്പോഴും ഹെയർ ഇങ്ങനെ കേട്ടോ. എനിക്കിതേ ചേരുള്ളൂ, വേറെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല ഇതുവരെ ഇട്ടു. ഞാൻ ഈ ഒരു ലിപ്സ്റ്റിക്കാണ് ഇട്ടോണത്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ലിപ്സ്റ്റിക്കാണ്. പിന്നെ മിലാപ്പിൻ്റെ ഒരു ഐലിന് കൊടുക്കുന്നുണ്ട്. അത് തന്നെ വായിച്ചു വിട്ടു. അപ്പോൾ അത്രേ ഉള്ളൂ. പിന്നെ അമ്പലത്തിലേക്ക് പോയിട്ട് രാത്രി. അപ്പോൾ അമ്പലത്തിൽ അത്യാവശ്യം നല്ല തിരക്കൊക്കെ ഉണ്ട്. 8:30 ഞങ്ങൾ അമ്പലത്തിൽ നിന്ന് ഇറങ്ങി നേരെ അടുത്തുള്ള റെസ്റ്റോറൻറ്റിലേക്ക് പോയിട്ടോ. NH എരമൂരുള്ളതാണ്. ഒരു ഫുൾ ബിരിയാണിയും 3 പത്തിരിയും ഒരു ബീഫ് കറി, ഒരു ചിക്കൻ കറിയും 2 ഓറഞ്ച് ജ്യൂസ് ഓർഡർ ചെയ്ത്, ഒരു പൈനാപ്പിൾ ഓർഡർ ചെയ്തേ. ഫസ്റ്റ് വന്നത് കച്ചമ്പറും പിന്നെ അച്ചാറും നമ്മുടെ പൈനാപ്പിൾ ജ്യൂസും കേട്ടോ. ഞാനും അനിയത്തിയും ഒരു ബിരിയാണി വാങ്ങി. അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റിയും ടേസ്റ്റ് ഒക്കെ ഉള്ളത് ഞങ്ങൾ 2 വാങ്ങിയോളെ. അച്ഛനും അമ്മയും ചേട്ടനും പത്തിരിയാണ് കേട്ടോ കഴിച്ചത്. അത്യാവശ്യം ബിരിയാണിക്കൊക്കെ നല്ല ക്വാണ്ടിറ്റി ഉണ്ട്, നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അതാണ് ഞാനും അനിയത്തിയും കൂടെ വാങ്ങിയത്. ഞാനും അനിയത്തിയും കൂടെ കച്ചമ്പറും അച്ചാറൊക്കെ ഇട്ടിട്ട് ഈ ബിരിയാണി കഴിച്ച്. പിന്നെ ഞങ്ങളുടെ ഓറഞ്ച് ജ്യൂസ് വന്നു കേട്ടോ. കഴിച്ച് പകുതി ആയപ്പോഴേക്കും ഞങ്ങളുടെ ഓറഞ്ച് ജ്യൂസ് എത്തിയിട്ടുണ്ടായിരുന്നേ. പകുതി ആയപ്പോഴേക്കും ഓറഞ്ച് ജ്യൂസ് വന്നുകൊണ്ട് അപ്പോൾ പിന്നെ ഫുള്ള് കഴിച്ച് തീർത്ത്. അതിന് ഓറഞ്ച് ജ്യൂസ് ഞാൻ കുടിക്കുകയാണെങ്കിൽ ഓറഞ്ച് ജ്യൂസ് അത്രയ്ക്ക് പോരായിരുന്നു. ആ കുരുവിൻ്റെ ഒരു കയ്പ്പൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് പകുതിയെ കുടിച്ചുള്ളേ. പിന്നെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് അവിടെ പോയി കൈയും കഴുകി നേരെ ടിഷ്യൂ പേപ്പർ എടുക്കാൻ പോയോ. ഇന്ന് ലാസ്റ്റ് ഉത്സവമായതുകൊണ്ട് എല്ലാ പരിപാടിയും തീരാൻ നേരത്ത് ലാസ്റ്റ് വെടിക്കെട്ടുണ്ട് കേട്ടോ. അതൊക്കെ മുന്നേ ചെല്ലണമേ. അവിടെ അമ്പലവെളി ഉണ്ട് കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് നല്ല രീതിയിൽ കാണാൻ പറ്റും. അപ്പോൾ ഞങ്ങൾ നേരെ ഹോട്ടലിൽ ഇറങ്ങി കേട്ടോ. ഇതാണ് കട. NH കേട്ടോ. ഹൈവേയുടെ തൊട്ടടുത്തുള്ള കടയാണ് കേട്ടോ. ഇത് കുറേ വർഷമായിട്ടുള്ള ഹോട്ടലാണ്. നല്ല ഫുഡ്, നല്ല ടേസ്റ്റാണ്. ഫുഡ് കഴിച്ചിറങ്ങിയപ്പോഴേക്കും ഓട്ടോ ഇല്ലാത്തത് ഞങ്ങൾ പതിക്കാൻ തുടങ്ങും കേട്ടോ, വരുമ്പോൾ കയറാവുന്ന രീതിയിൽ. ഇപ്പോൾ അടക്കം പൊട്ടുന്ന മര്യാദ കാണാൻ വേണ്ടി ഞങ്ങൾ എല്ലാവരും കൂടെ വെടി ഇരുന്നത്. ഇപ്പോൾ ആലം പണി ഉള്ളതുകൊണ്ട് മര്യാദക്കൊന്നും കാണാൻ പറ്റില്ല കേട്ടോ. പിന്നെ 2-3 മാത്രമേ കാണാൻ പറ്റുള്ളൂ. അതാണ് ഞാൻ കാണുന്നത്.